ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒക്ടോബർ 7 എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ വിഷ് ചെയ്തവർക്കും ഇപ്പോഴും വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരുപാട് നന്ദി. അത് ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഡേ ആണ് കേട്ടോ. കുറച്ച് നിങ്ങളുടെ വിഷുകൾ അത് എന്നെ പോലെ എൻ്റെ ബിസിനസ് ഫോൺ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മെസ്സേജുകൾ കാരണം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡോൺ ചേട്ടൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സ്. ഞാൻ ഫോട്ടോ എന്തായാലും തമ്മിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. ഒന്ന് ഫോട്ടോ എടുക്കാം. 30 പൈസ അതിലൊന്ന് യോജിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കേക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഡിമ്പിളാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ കേക്ക് മാസ്റ്റർ. ഡിമ്പിൾ കേക്കൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കഥയിലൊരു ട്വിസ്റ്റുമായിട്ട് ഒരാൾ വരുന്നത്. എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത എന്നാൽ ബിസിനസ്സിൻ്റെ ഒരു ബന്ധം മാത്രമുള്ള അതിനപ്പുറം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. അതാരാന്ന് പോലും എനിക്കറിയില്ല. അമൃത എനിക്ക് സർപ്രൈസായിട്ട് കേക്ക് ഹോട്ട് ഓവനിൽ വിളിച്ച് അറേഞ്ച് ചെയ്ത് വൈകുന്നേരം ആയപ്പോൾ മമ്മിയോടാണ് ആക്ച്വലി അത് രാവിലെ കോൺടാക്ട് ചെയ്തെങ്കിലും മമ്മീനെ വിളിച്ചിട്ട് കിട്ടാണ്ടായി. ബേക്കറിക്കാർ അമൃതനെ വിളിച്ചപ്പം അമൃത കൈവിട്ട് പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വാച്ച് ഗിഫ്റ്റ് ചെയ്തതും അമൃതയായിരുന്നു. എന്താ പറയുക, എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത, ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാൾ ഗിഫ്റ്റ് ചെയ്തൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ അമൃതനെ ആലോചിക്കാറുണ്ട്. എൻ്റെ പോലെ 2 ആൺമക്കളാണ്. അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വേറൊരു സബ്സ്ക്രൈബറിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, മമ്മിയുടെ വക ഉണ്ടായിരുന്നു. ഡോൺ ചേട്ടൻ്റെ വക നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ട്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഫുൾ ഫോട്ടോ ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ബർത്ത്ഡേ ആയിക്കോട്ടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ എന്തായാലും ഡെക്കറേഷൻ ഡിമ്പിളിൻ്റെ വകയാണ് കേട്ടോ. പല ഐഡിയാസിൽ ഒരിക്കലും ഒന്നും സെയിം ആയിരിക്കില്ല, എല്ലാം പലതായിരിക്കും കേട്ടോ. ആളുടെ ക്രിയേറ്റിവിറ്റിയാണ് മൊത്തം ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ 30th ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും കൂടെ സ്പെഷ്യലാക്കി തന്ന് ഡിമ്പിളിന് ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ പറഞ്ഞതാ, ഡെക്കറൊന്നും വേണ്ട, നമുക്ക് സമാധാനത്തിൽ ചെയ്യാം, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്താൽ മതി. എവിടെ ആൾക്ക് എല്ലാവരുടെയും വളരെ ഭംഗിയോടെ ചെയ്യണം എന്നാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പലതരത്തിലുള്ള ഫോട്ടോസും കാര്യം. ഇത് എനിക്ക് ഡിമ്പിൾ ചെയ്തു തന്ന ഡിമ്പിളിൻ്റെ വകയായിട്ടുള്ള കേക്കാണ് നമ്മുടെ സെലിബ്രേഷൻ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ സെലിബ്രേഷൻ ചെയ്യുന്നത് കേട്ടോ. ഇത് പറഞ്ഞില്ല, എൻ്റെ ഒരു അൺനോൺ ഫ്രണ്ട്, അൺനോൺ എന്നല്ല, എന്താണ് നേരിൽ കാണാത്ത നല്ലൊരു സുഹൃത്ത്. പക്ഷേ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പം എൻ്റെ 2ാമത്തെ ബർത്ത്ഡേക്കാണ് കേട്ടോ ആളിങ്ങനെ ഗിഫ്റ്റ് അയക്കുന്നത്. ഭയങ്കര ഹാപ്പിയായി. എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട് ലിസ്റ്റിൽ എപ്പോഴും അമൃത കാണും. ഞാൻ പറഞ്ഞു, നമ്മളെ ആരാന്നോ എന്താണെന്നോ വീഡിയോയിലൂടെ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചും കൂടെ പവർ കൂടുതലാണല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ എല്ലാ പരിപാടികളുടെയും ഡെക്കർ നമ്മൾ വളരെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ബലൂൺസ്, ബാക്ക് ഡ്രോപ്സൊക്കെ അത് ഓരോരുത്തരുടെയും ബർത്ത്ഡേക്ക് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളതാണ് ഡിമ്പിൾ കളേഴ്സ് മാക്സിമം സെറ്റാക്കിയേക്കുന്നത്. നല്ല ഹെവി കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഡിമ്പിൾ പറഞ്ഞ് താഴെ ഇരിക്കുമോ പോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. ഇന്ന് ശരിക്കും ഞാനും ഡിമ്പിളും ആയിരുന്നു കേട്ടോ ഒരു ലഞ്ച് ഡേറ്റിന് പോയത്. എനിക്ക് ഡോൺ ചേട്ടൻ്റെ കൂടെ പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഡിമ്പിളിൻ്റെ കൂടെ, ഞാൻ എപ്പോഴും ഇപ്പോൾ അവിടെ പറയും, ഞങ്ങൾക്ക് 2 പേർക്കും ഹസ്ബൻഡിനേക്കാളും കൂടുതലും ഞങ്ങൾ 2 പേരാണ് കൂടുതലും ഇപ്പം ഡേറ്റിങ്ങിന് പോകണമെന്ന് കേട്ടോ. അപ്പോൾ അതേ പാച്ചുക്കുട്ടൻ വന്നിരിക്കുന്നുണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. മിണ്ടിയില്ല, വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി തന്നെ ഹാപ്പി ബർത്ത്ഡേ ഡിവൈൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ചാക്കോയും തോമും ഒക്കെ പുറത്ത് പോയി, പക്ഷേ മുകളിൽ പോയിക്കാണ് അപ്പയുടെ കൂടെ ഡ്രസ്സ് മാറാനായിട്ട്. ഒരാളെ ആയിട്ടാകുമ്പോൾ ഇവർക്കും എനിക്കും മാനേജ് ചെയ്യാം. കൂടുതലും ഡാഡിക്ക് അവനെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അവനോട് മുക്കിൽ ഇരുന്നോളും. ഡാഡിയുടെ പ്രസൻസ് വേണം എന്നുള്ളൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡിമ്പിൾ പല ഷേപ്പിൽ പല തരത്തിൽ അങ്ങനെ ചിരിക്ക് ഇങ്ങനെ ചിരിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു 6 മണി വരെ എൻ്റെ ശബ്ദം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അടഞ്ഞ ശബ്ദം. നാളെ എന്നെ നിഹാൽ കഴുത്ത് ഞെരിച്ച് കൊല്ലാതിരുന്ന ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ
ഇപ്പോൾ ഇനി ചോദിക്കും ഡിംപിളും മമ്മിയും ഗിഫ്റ്റ് ഒന്നും തന്നില്ലേന്ന്. ഡിംപിളും മമ്മിയൊക്കെ ഗിഫ്റ്റ് തന്നു. മമ്മി കൂടുതലും എല്ലാവർക്കും ക്യാഷ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിംപിൾ തന്നതും മമ്മി തന്നതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ അനൂബൽബിൻ്റെ വക ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞാനൊരു ഡ്രസ്സും ചെരുപ്പും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡറല്ല, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ സ്റ്റുഡിയോയിൽ പോയി ഒറ്റ നോട്ടത്തിലെടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. വേറെ ഒന്നും എനിക്കങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ കൂടുതലും സമ്മർ സീസണിൻ്റെ ഡ്രസ്സുകളാണ് സ്ലീവ്ലെസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് സ്ലീവ്ലെസ് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി സ്ലീവ്ലെസ് ഇടാനായിട്ട്. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ച് പറയും നീ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടാൽ മതി എന്ന് പറയും. ഇപ്പോൾ അതുമില്ല ഇതുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. മിക്ക പെണ്ണുങ്ങളുടെയും അവസ്ഥ അതായിരിക്കും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് പറയും കല്യാണം കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ആയിക്കോളാം. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നമുക്കതിന് പറ്റിയ സാഹചര്യം ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് കേട്ടോ. അപ്പം എനിക്ക് ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി കേട്ടോ. അങ്ങനെ അതേ അപ്പനും മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഡോൺജാൻ ഈ ടീഷർട്ട് ഞങ്ങളുടെ പള്ളി വെഡ്ഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നാണ്. അപ്പോൾ തോമുവിന് എൻ്റെ ഫസ്റ്റ് ബോണിനെ ഒരു ഉമ്മ വാങ്ങിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ തോമുവിനെ എടുത്താൽ ചാക്കോയ്ക്ക് അപ്പം ചാക്കോനെ എടുക്കണം. പലരുടെയും വിചാരം തോമുൻ ചാക്കോച്ചനെ എടുക്കുന്നതിന് വാശിക്ക് തോമു തോളത്ത് കയറിയിരിക്കുക എന്നാണ്. ഒരിക്കലും അല്ല. ഞാൻ അബദ്ധവശം ഒന്ന് കൊഞ്ചിക്കാൻ തോമുവിനെ എടുത്താൽ ചാക്കോയ്ക്ക് പറ്റില്ല. അപ്പോൾ ചാക്കോയ്ക്ക് എടുക്കണം, പാച്ചുവിനും എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പം പാച്ചു എടുക്കണമെന്ന് പറഞ്ഞപ്പം ഒബ്വിയസ്ലി അവൻ്റെ ഡാഡി വന്ന് എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ ചാക്കോനെ എടുക്കാൻ പോയപ്പം തോമുവിന് സങ്കടമായിട്ടോ. അപ്പോൾ അവനോർത്ത് പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ട് താഴെ വെച്ചതാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചാക്കോയുടെ കൂടെ എടുക്കണമല്ലോ. ചാക്കോ പിന്നെ എന്തിനും ഏതിനും റെഡിയാണ് കേട്ടോ. എന്നാലും കുറച്ചും കൂടെ മുൻപന്തിയിൽ ചൊറിയാനാണ് നിൽക്കുക കേട്ടോ. പ്രത്യേകിച്ച് തോമുവിനെ ചൊറിയാൻ ആൾക്കാർ വിചാരിക്കും തോമു ഭയങ്കര അവനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് അവൻ്റെ ഒരു ലെവൽ കഴിയുമ്പോഴാണ് അവന് ദേഷ്യവും സങ്കടവും ഒക്കെ തോമുവിന് വരിക കേട്ടോ. അപ്പം ശരിക്കും തോമു പലരും പറഞ്ഞിരുന്നു ചാക്കോൻ്റെ വരവോടുകൂടി തോമുവിൻ്റെ ക്യാരക്ടർ മാറും അതാണ്. പക്ഷെ അവൻ വളരെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നൊരു കാര്യമുണ്ട്. ആരെന്ത് പറഞ്ഞാലും ചിലരൊക്കെ വീഡിയോ കണ്ട് ക്രിട്ടിസൈസ് ചെയ്യും, വളരെ ചുരുക്കം പേര് ഈ ചൊറിച്ചിലുള്ളവർ എന്ന് ഞാൻ പറയും കേട്ടോ. പക്ഷേ എൻ്റെ മോനെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും, ഇപ്പോൾ ഈവൻ നമ്മൾ വീട്ടിലുള്ളവർക്ക് പോലും ചിലപ്പം അവൻ എന്താണ് അവൻ എങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. രണ്ടുപേരും കൂടെ ബഹളം വെക്കുമ്പം നമുക്ക് പറ്റാറില്ല. പക്ഷേ അവൻ പലതരത്തിലും അവൻ്റെ പ്രായത്തിനേക്കാളും കൂടുതൽ അവൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ അവനോട് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് സങ്കടം തോന്നാറുണ്ട്. അയ്യോ കൊഞ്ചിച്ചങ്ങ് മോളിൽ കയറ്റി വെച്ചിരുന്ന സമയത്താണ് ചാക്കോച്ചൻ്റെ എൻട്രി, പിന്നെ ചാക്കോച്ചൻ്റെ ഹോസ്പിറ്റൽ കേസ് കെട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അവനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആ കാര്യങ്ങളൊക്കെ എനിക്ക് അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ പാച്ചുവും നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങളുടെ. അപ്പം ആകെ വിയർത്ത് നാശമായിട്ടിരിക്കുകയാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഡ്രസ്സ് മാറിയുള്ളൂ, ഇവരാരും ഡ്രസ്സ് മാറിയിട്ടില്ല. അതാണ് ഇങ്ങനെ ആരും വിസിബിൾ അല്ലാത്തത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ മാത്രം ഞാനും ഡോൺ ചേട്ടനും മാത്രമേ ഉള്ളൂ. വേറെ ആരും വേഷഭൂഷാദികളൊന്നും ഇട്ടിട്ടില്ല. ക്യാമറയ്ക്ക് പുറകിലും പിന്നിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ചില സമയത്ത് തോന്നും കേക്ക് കട്ട് ചെയ്ത കുഞ്ഞു കൊച്ചിൻ്റെ ഒരു മൈൻഡ് ആവുമെന്നൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ അമൃത കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം നല്ല കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളൊരു കേക്കായിരുന്നു. ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ പറയായിരുന്നു ഇത്രയും നല്ല കളർഫുൾ കേക്ക് വരുമായിരുന്നെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യില്ലായിരുന്നു എന്നുള്ളത്. അമൃതയുടെ സർപ്രൈസ് ഗിഫ്റ്റായിപ്പോയി. എനിവേ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മുടെ അപ്പൻ അമ്മ എന്നുള്ളൊരു കൊടക്കീഴിൽ നിന്ന് നമുക്ക് ആരൊക്കെയോ, അതും നമ്മൾ നേരിട്ട് അറിയാത്ത, നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഇപ്പം മമ്മീനെ കാണാനും പലരും വരുമെങ്കിലും എനിക്ക് അപ്പോഴൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല, മമ്മിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. പക്ഷെ നമ്മളെ ഇഷ്ടമാണ്, നമ്മുടെ ക്യാരക്ടർ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എനിക്ക് സുലു അയച്ച ഫോട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ ഗ്രൂപ്പിലുള്ളൊരു കുട്ടിയാണ് സുൽഫത്ത് എന്നാണ് തോന്നുന്നു ഫുൾ നെയിം. ഞങ്ങൾ സുലു എന്ന് വിളിച്ചിട്ട് സുലു നല്ലൊരു ഫോട്ടോ ഒക്കെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനത് വേഗം എൻ്റെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ DP ആക്കി. പിന്നെ റോജി, അനു അവരൊക്കെ ചാക്കോച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞ നല്ല നല്ല ഫോട്ടോ. അപ്പോൾ ഞാനിന്ന്
അനുവിനോട് ചോദിച്ച് വാങ്ങിക്കായിരുന്നു കേട്ടോ ഫോട്ടോ. ഞാൻ പറഞ്ഞു എന്തേ ചാക്കോച്ചിൻ്റെ മാത്രം തരുവുള്ളൂ എന്ന് ചോദിച്ച് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തോമു എന്നോട് പിണങ്ങിയിട്ട് താഴെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറുമ്പ് കാണിച്ചപ്പോൾ ഞാനൊന്ന്, അതായത് അവനോട് ഇരിക്കുകയായിരുന്നു, പിന്നെയും അവനെ ഉറക്കം വന്ന് അവനെ ഇറിറ്റേറ്റഡാവും. അപ്പോൾ ഞാനൊരു ഡോസ് കൊടുത്തപ്പം ഞങ്ങളിവിടെ വരുന്നില്ല എന്ന് പറഞ്ഞ് താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും പറഞ്ഞു നീ അവിടെ ഇരുന്നോ. അങ്ങനെ ദേ രണ്ടാമത് ഡിംപിള് അടിപൊളി ഫ്ലോറൽ കേക്ക്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ തോമു താഴെ നിൽക്കുകയായിരുന്നു. അപ്പം അവിടെ എന്തോ ഒരു കശപിശ ഉണ്ടായപ്പോൾ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. സംഭവം അവർ കുറേ കേക്ക് കഴിച്ചു. അപ്പം ഞങ്ങൾ ആക്ച്വലി അവർക്ക് പിസയോ ചിക്കൻ സ്ട്രിപ്സോ വാങ്ങിച്ചു കൊടുക്കാനാണ് ഇരുന്നത്. പക്ഷെ ഇവർക്ക് 2 പേർക്കും കേക്ക് കണ്ടാൽ ഭയങ്കര, 3 പേർക്കും, തോമുവിനായാലും പാച്ചുവിനായാലും ഇപ്പോൾ ചാക്കോച്ചനും ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പം കേക്ക് നല്ലവണ്ണം കഴിക്കും. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഫുഡ് കൊടുത്താൽ ക്രീം കേക്കും ഒക്കെ ആയിട്ട് ഛർദ്ദിക്കും. അപ്പം കേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കാൻ നിൽക്കില്ല കേട്ടോ. അങ്ങനെ ദേ ഡാഡിക്ക് കൊടുത്തു, മമ്മിക്ക് കൊടുത്തു. മമ്മീനെ കാണില്ല കേട്ടോ, മമ്മി നൈറ്റി ഇട്ടിരിക്കുന്നതുകൊണ്ട് മമ്മി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതേ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഡോൺ ചേട്ടൻ ആദ്യത്തെ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തു. അപ്പം ഞങ്ങൾ ആര് കൊടുത്തപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ കേക്കല്ല, ആദ്യത്തെ കേക്കാണെന്ന് നമ്മൾ തന്ന്. ഞാൻ പറഞ്ഞത് എനിക്ക് കേക്ക് തന്നാൽ പോലെ, ഞാൻ കേക്ക് തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഡോൺ ചേട്ടൻ ദേഷ്യം വരുന്നുണ്ട്. കാരണം കേക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോൺ ചേട്ടനെ. അപ്പോൾ ഡോൺ ചേട്ടനാണ് കേക്ക് കട്ടർ. അപ്പോൾ ഡാഡി സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് പാച്ചുവിനെ. അപ്പം ചാക്കോയ്ക്കും തോമനും എല്ലാവർക്കും കേക്ക് വേണം. അപ്പോൾ ഡോൺ ചേട്ടൻ ഞാൻ അറിയാണ്ട് പോയിട്ട് വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡിംപിളിൽ സർപ്രൈസ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഡോൺ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അത് ശരിക്കും ഒന്ന് അവലോകനം ചെയ്യണം. കാരണം കേക്ക് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് മമ്മിക്ക് കൊടുക്കുന്ന സീനാണ് കേട്ടോ. എനിക്ക് ക്ലോസപ്പ് വന്നത്. നമ്മൾ എന്നിട്ട് അക്കിക്ക് കൊണ്ട് കേക്ക് കൊടുത്തു. നമ്മളവിടെ 6രുടെ ബർത്ത്ഡേ ആണ് കേക്ക് കട്ടിങ്ങിന് ശേഷം അക്കിക്ക് കൊണ്ട് കേക്ക് കൊടുക്കുക എന്നുള്ള, അക്കിക്കും പേപ്പനും ചേച്ചിക്കും കേക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ് കേട്ടോ. അത് ചാക്കോ കേക്ക് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ ചാക്കോനെ ആക്കാൻ പോയപ്പോഴും ബിന്ദു മാമെന്ന് നമ്മുടെ ശരണ്യ മാമും റീമോൾ മാമും ഒക്കെ വിഷ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഡോൺ ചേട്ടൻ തന്ന ഗിഫ്റ്റ്. ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷനായി. എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇമോഷനായി. എന്നാൽ ഡോൺ ചേട്ടനും ഈ പറഞ്ഞ പോലെ ഒട്ടും വയ്യായിരുന്നു. കോൾഡും കഫും കാരണം ഡ്രൈ ത്രോട്ടായിട്ട് സൗണ്ട് പോയിട്ട് ഇരിക്കുകയാണ്. അപ്പം കറക്റ്റ് ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ മിണ്ടില്ല, ഇന്ന് തന്നെ ഓളിയിട്ടിട്ട് സൗണ്ട് പോയി. അപ്പം ഡോൺ ചേട്ടൻ ഇനി നൊഡ്യൂൾസ് ആണോ എന്ന് മമ്മിക്കൊരു സംശയം. ഞാൻ പറഞ്ഞു ഇല്ല, ഓളിയിട്ടിട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ. അല്ല മീൻസ് കഫ് ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡോൺ ചേട്ടൻ വാങ്ങിച്ചതെന്ന് വാച്ച്. അടിപൊളിയായിട്ടില്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. എൻ്റെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ പിള്ളേർ വന്ന് നോക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളാദ്യം കേക്ക് കഴിയിട്ട് വായോ, എല്ലാവരെയും ഞാൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കപ്പിൾ ഫോട്ടോസൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം കഞ്ഞിപ്പാറ്റകൾ കുറേ പേര് കാണും. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഈ ഒരു സ്റ്റേജ് വന്നപ്പം എനിക്ക് പൊട്ടി. ഞാനപ്പോൾ വേഗം ഫോട്ടോ സെക്ഷൻ അങ്ങ് നിർത്തി. കാരണം എനിക്ക് വേറൊരാൾ കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഞാൻ കരയുന്നത്. അങ്ങനെ വേഗം അക്കിയുടെ അവിടെ പോയപ്പം അക്കിയുടെ അവിടെ നല്ല നോൺ വെജും പോട്ടെ വെജ് ഊണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മുഴുവൻ നാരങ്ങ അച്ചാറും അതും ഇത് പുളിവെള്ളവും ചേച്ചിയുടെ വകയാണ് കേട്ടോ, പാലക്കാടൻ പുളിവെള്ളം. അപ്പോൾ അവിടുന്ന് കോഴിമുട്ട മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു സോ മച്ച് വിഷ് ചെയ്തതിനും പ്രാർത്ഥിച്ചതിനും ഒക്കെ. അപ്പം നമുക്കിനി ഓരോരോ വ്ളോഗായിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.